ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ നാട്ടിലെ ഏജൻസികളുടെ പല തരത്തിലുള്ള വിസ തട്ടിപ്പും ഉഡായിപ്പിനൊക്കെ കുറിച്ചായിരുന്നു. അതിന് ഒരുപാട് പേര് കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. തട്ടിപ്പിനിരയായ ഒരുപാട് പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഏത് ഏജൻസിയാണെന്ന പേരും കൂടെ ഒന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ഇനി പോകുന്നവർക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുള്ളായിരിക്കും അത്. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ വന്നിട്ടുള്ള തട്ടിപ്പിനെ കുറിച്ചാണ്. ഇവിടെ വന്നിട്ട് ഉണ്ടാവുന്ന അല്ലെങ്കിൽ സംഭവിക്കുന്ന തട്ടിപ്പിനെ കുറിച്ചാണ് ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് തന്നെ. അതായത് നമ്മുടെ സാഗ്രബിൽ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. ഞാൻ ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ടതാണ്, മലയാളിയാണ്. അപ്പോൾ അവൻ്റെ നാട്ടിൽ അവൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. അപ്പോൾ ആ പുള്ളി ഇതുപോലെ ആശിച്ച് മോഹിച്ച് അവിടുന്ന് കുറേ ഏജൻസികൾക്കൊക്കെ പൈസ കൊടുത്ത് ഒന്നും നടന്നില്ല. അവസാനം എൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ വന്നിട്ട് ആകെ 2 മാസമേ ആയിട്ടുള്ളൂ. ആ പുള്ളി ഇതുപോലെ 1.5 വർഷത്തോളം കുറേ ഏജൻസി കൊണ്ട് കൊടുത്തു, പൈസയൊക്കെ പോയി. അവസാനം ഒരു ഏജൻസിയിൽ ചെന്ന് പെട്ടു. അവർ എല്ലാം ഓക്കെ പറഞ്ഞു, പൈസ തുടക്കത്തിൽ കൊടുക്കണ്ട, വന്നിട്ട് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം ഓക്കെ, വിസ അടിച്ച് കൈ കിട്ടി, പൈസയും കൊടുത്തു, എല്ലാം കഴിഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞത് 3 മാസം എന്തായാലും ഇരിക്കേണ്ടി വരും, 3 മാസം കഴിഞ്ഞിട്ടേ ജോലി ഉണ്ടാവുള്ളൂ. വർക്ക് പെർമിറ്റിലാണ് പുള്ളി വരുന്നത്. 3 മാസം കഴിഞ്ഞിട്ട് ജോലിക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ എന്നോടൊക്കെ അങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ പുള്ളി ഓക്കെ പറഞ്ഞു, കുഴപ്പമില്ല. പുള്ളിയാണെങ്കിൽ വിവാഹിതനാണ്, മക്കളുണ്ട്. പുള്ളിക്കാണെങ്കിൽ വലിയ സാമ്പത്തികങ്ങളൊന്നുമല്ല. പുള്ളി കടം വാങ്ങിച്ചും വീടിൻ്റെ എന്തോ പ്രമാണമൊക്കെ കൊണ്ടുപോയി പണയപ്പെടുത്തിയിട്ടൊക്കെയാണ് പുള്ളി വന്നത്. അപ്പോൾ ഏജൻസിക്ക് നല്ലൊരു എമൗണ്ട് പുള്ളി കൊടുത്തു. പുള്ളി കയറി പോന്ന് എല്ലാം ഓക്കെ ആയി. ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് 3 മാസം പുള്ളി ഇരുന്നു. 3 മാസം എന്ന് അവർ ആദ്യമേ പറഞ്ഞിട്ടുണ്ടല്ലോ. 3 മാസത്തേക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, അങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് 4 മാസമായി, 5 മാസമായി, 6 മാസമായി, 7 മാസമായി കഴിഞ്ഞ് ഇതൊന്നും നടക്കുന്നില്ല. അവസാനം ഏജൻസിനെ വിളിച്ച് പുള്ളി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അവസാനം അവർ പറഞ്ഞു നടക്കില്ല, പറഞ്ഞ ജോലി ഉറപ്പൊന്നുമില്ല, നിങ്ങൾ വേണമെങ്കിൽ വേറെ ജോലി നോക്കിക്കോ എന്നവർ പറഞ്ഞു. പുള്ളിയൊക്കെ ആകെ ഡിപ്രഷനായി. കാരണം നമ്മളൊരു ജോലി പ്രതീക്ഷിച്ചാണ് ഇവിടെ വരുന്നത്. ഇവിടെ വേറെ പരിചയക്കാരില്ല, ഒന്നുമില്ല. അപ്പോൾ ഈ പറയുന്ന നമ്മുടെ സുഹൃത്ത് ആ സമയത്ത് ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ ഈ പുള്ളി എന്നിട്ട് 1 വർഷത്തോളം ഇവിടെ നിന്ന് ജോലി ചെയ്ത്, ഇവിടെ കുറച്ച് ഏജൻസികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളികളൊന്നും അല്ല, ഇവിടുത്തെ ആൾക്കാർ തന്നെയാണ്. അവർക്ക് നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് എവിടെയെങ്കിലും നമ്മൾ ജോലി ശരിയാക്കി തരും, എവിടെയെങ്കിലും കയറ്റി കൊടുക്കും. അപ്പോൾ അങ്ങനെ ആ ഏജൻസികളായിട്ട് കോൺടാക്ട് ചെയ്ത് പുള്ളി എന്തോ ഗൂഗിളിൽ നിന്നൊക്കെ നോക്കിയെടുത്ത് ആ ഏജൻസികളായിട്ട് കോൺടാക്ട് ചെയ്ത് അങ്ങനെ ഏതൊക്കെ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തു. പക്ഷേ അതെന്തോ പേപ്പർ വർക്കിൻ്റെ ഇഷ്യൂ ഒക്കെ പറഞ്ഞിട്ട് അവർ ഒന്നും ജോലിക്കൊന്നും എടുത്തില്ല. ഇൻ്റർവ്യൂവിന് പോലും പുള്ളി പോയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് പുള്ളിയുടെ അച്ഛൻ മരിച്ചു. പുള്ളിക്ക് തിരിച്ചു പോകാൻ പറ്റിയില്ല. കാരണം കയ്യിൽ പൈസ ഇല്ല. ഒന്നാമത്തെ കാര്യം, ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കണമെങ്കിലൊക്കെ നല്ല ഫണ്ട് വേണമല്ലോ. ഒന്നാമത്തെ കാര്യം കയ്യിൽ പൈസ ഇല്ല. പിന്നെ ജോലിയൊന്നും ഇല്ലാതെ 1 വർഷത്തോളം ഇവിടെ നിന്നിട്ട് തിരിച്ചു പോകാമെന്ന് പറയുന്നത് അതും ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ അതുകൊണ്ട് പുള്ളി പോയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി ജോലിക്ക് ഇവിടെ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം പുള്ളി കടലിൽ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ പുള്ളീനെ ഇവിടുത്തെ പോലീസ് നോക്കി. അപ്പോൾ നോക്കിയപ്പോൾ പുള്ളിയുടെ വർക്ക് പെർമിറ്റൊക്കെ ക്യാൻസലായിട്ടിരിക്കുകയാണ്. കാരണം നമ്മൾ വരുമ്പോൾ ഇത്ര മാസത്തേക്കുള്ള ഒരു വർക്ക് പെർമിറ്റ് ആണല്ലോ. പക്ഷേ ഇവിടെ വന്നിട്ട് പുള്ളി ഇത്രയും നാളായതുകൊണ്ട് പുള്ളിയുടെ പെർമിറ്റൊക്കെ ക്യാൻസലായി. പുള്ളിയുടെ പേപ്പർ വർക്കുകളൊക്കെ എല്ലാം ഇതായി. അപ്പം പോലീസുകാർ അപ്പം തന്നെ ഡീപ്പോർട്ട് ചെയ്തു. അതായത് ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല, കയറി നാട്ടിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. അവർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. തൊട്ടടുത്ത ഫ്ലൈറ്റിന് നമ്മൾ കയറി പോകാമെന്നുള്ളതേ നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ പുള്ളിക്ക് ഇത് സംഭവിച്ചപ്പോഴാണ് എൻ്റെ ഈ സുഹൃത്ത് ഇങ്ങോട്ട് കയറി വരുന്നത്. കയറി വന്ന് അപ്പം ഈ പുള്ളിക്ക് പോകാനുള്ള പൈസ പോലും ഇല്ലാതെ ഇവനാണ് പൈസയൊക്കെ സെറ്റ് ചെയ്തിട്ട് കൊടുത്ത് പുള്ളിക്ക് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ തട്ടിപ്പുകളൊന്നും പോരാഞ്ഞിട്ടാണ് ഇവിടെ കൊണ്ടുവന്നിട്ട് കഷ്ടപ്പെടുത്തി തിരിച്ച് ഡീപ്പോർട്ട് ചെയ്ത് പോകുന്നൊരവസ്ഥ ഭയങ്കരമാണ്. കാരണം നാട്ടിൽ നിന്ന് നല്ലൊരു എമൗണ്ട് ഏജൻസിക്ക് കൊടുത്തിട്ടാണ് വരുന്നത്. ഇവിടെ വന്ന് ഇത്ര മാസത്തിൽ ജോലിക്ക് കയറാമെന്ന് പറയുന്നു. പക്ഷേ ആ മാസത്തിനുള്ളിൽ ജോലിക്ക് കയറണം. കാരണം എന്താ പറയുക, അതിൽ ഒരു ഉറപ്പും ഇല്ലെന്നുള്ളതാണ്. അപ്പം അത് നമ്മുടെ ഭാഗ്യം പോലെയാണ്. ഇവിടെ വന്നിട്ട് ഒന്നും നടന്നില്ല. അവസാനം പുള്ളി 1 വർഷം ജോലിക്ക് വേണ്ടി അലഞ്ഞു നടന്നു, ഒന്നും നടന്നില്ല. ഇവിടെ വന്നിട്ട് 1 രൂപ പോലും ഉണ്ടാക്കാൻ പറ്റാതെ അവസാനം ഇവിടെ നിന്ന് സ്വന്തം ഇഷ്ടത്തോടെ അല്ലാതെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. അത് വല്ലാത്തൊരവസ്ഥ. 1 രൂപ പോലും ഉണ്ടാക്കാൻ പറ്റാതെ തിരിച്ച് നാട്ടിലേക്ക് ചെല്ലുക എന്ന് പറയുന്നത് വല്ലാത്തൊരവസ്ഥയല്ലേ അത്. പിന്നെ കുടുംബമൊക്കെ ഉള്ള ഒരാളാകുമ്പോൾ ഒന്നും പറയണ്ട. ഇതിനും വലിയ കടമായിട്ടാണ് ഇങ്ങോട്ട് കയറിപ്പോരുന്നത്. അതിനും വലിയ അപ്പുറത്തെ കടമായിട്ട് തിരിച്ചങ്ങോട്ട് പോകേണ്ടി വരുന്നൊരവസ്ഥ ഭയങ്കരമാണ്. അപ്പം ഈ അവസ്ഥകൾ അവിടുത്തെ അവസ്ഥ മാത്രമല്ല, ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇതിപ്പോൾ ഒരാളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ എത്രയോ പേര് ഇവിടുന്ന് ഡീപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയാമോ. അതായത് അവരുടെ പെർമിറ്റൊക്കെ ക്യാൻസൽ, ഇവിടെ വന്ന് ജോലി ഇല്ലാതെ അവസാനം പെർമിറ്റ് ക്യാൻസലായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതെ മുറിയിൽ തന്നെ സ്റ്റക്കായിട്ടിരിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. പുറത്തേക്ക് ഇറങ്ങിയാൽ അപ്പം ഡീപ്പോർട്ട് ചെയ്യും. മുറിക്കകത്ത് തന്നെ ഇരുന്ന് ജോലി നോക്കി അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും. ഡീപ്പോർട്ട് ചെയ്താൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഡീപ്പോർട്ട് ചെയ്ത് 3-4 വർഷത്തേക്ക് യൂറോപ്പിലേക്ക് വരാനേ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. പല തരത്തിലുള്ള തട്ടിപ്പുകളുണ്ട്. അപ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധിച്ചും പിന്നെ ഈ വിസ ഒക്കെ അടിച്ച് കൈ കിട്ടുമ്പോൾ പരിചയമുള്ള ആരെങ്കിലും കൊണ്ട് നമ്മൾ നോക്കിക്കുക. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു കമ്പനി ഉണ്ടോ എന്നുള്ളത് ആരെങ്കിലും കൊണ്ട് തിരക്കുക.
പിന്നെ ഇവിടുത്തെ ഈ ഇതുപോലെ ഡീപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കരഞ്ഞുകൊണ്ടാണ് ഇവിടുന്ന് പോകുന്നത്. അതുപോലെ ഇങ്ങനത്തെ ഒരുപാട് തട്ടിപ്പുകളും ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ഇത്രയും നാളിനുള്ളിൽ തന്നെ നമ്മൾ ഒരുപാട് പേരെ കണ്ടു, ഡീപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേര്. ഞാനിവിടെ വന്നിട്ട് ഞാൻ പരിചയപ്പെട്ട ഒരാൾ കഴിഞ്ഞ ദിവസം ഡീപ്പോർട്ട് ചെയ്തു. കാരണം പുള്ളിയുടെ പേപ്പർ വർക്ക് ക്ലിയർ അല്ല എന്നുള്ളത് കൊണ്ട്, ക്ലിയർ മീൻസ് പെർമിറ്റ് ക്യാൻസൽ ആയതുകൊണ്ട് പുള്ളിനെ ഡീപ്പോർട്ട് ചെയ്തു. പുള്ളി തിരിച്ചു പോയി. നമ്മളോട് അവർ പറയുമ്പോൾ ഭയങ്കര സങ്കടത്തോടെയാണ് പറയുന്നത്. കാരണം അത്രയും പൈസ മുടക്കിയാണ് ഇവിടെ വരുന്നത്, ഒരുപാട് സ്വപ്നങ്ങളായിട്ടല്ലേ വരുന്നത്. അതൊക്കെ കൊണ്ട് ഞങ്ങൾ കുറച്ച് മലയാളികൾ ഒന്നിച്ച് ഇവിടെ തന്നെ ഒരു ടീമായിട്ട് വർക്ക് ചെയ്താൽ എന്താണെന്നുള്ളൊരു ആലോചനയിലാണ് ഞങ്ങൾ. കാരണം ഇവിടെ ഇപ്പം നമ്മളൊക്കെ സെറ്റായി വരുന്നേ ഉള്ളൂ. ഒരു 6 months അല്ലെങ്കിൽ ഒരു 1 yearനുള്ളിൽ നമുക്ക് ആ ഒരു സെറ്റപ്പിലേക്ക് എത്താൻ പറ്റും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇനി ആരും തട്ടിപ്പിനിരയാവാതെ ഡയറക്റ്റ് കയറി വന്നിട്ട് ഇവിടെ ജോലി, അതായത് ഇവിടെ കുറേ കമ്പനികളിവിടെ ഉണ്ട്. എല്ലാത്തിലും ഈ പറയുന്ന മലയാളികൾ വർക്ക് ചെയ്യാത്ത കമ്പനികൾ കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് അറിയും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് CV കിട്ടുവാണെങ്കിൽ ആ വേക്കൻസിക്ക് അനുസരിച്ചിട്ടുള്ള ജോലി, CV സെറ്റായിട്ടുള്ള CV ഏതാണെന്ന് വെച്ചാൽ നമ്മൾ അവരെ കോൺടാക്ട് ചെയ്ത് അവരെ കൊണ്ടുവരാനുള്ള പരിപാടി നമ്മൾ ചെയ്യുന്നതാണ്. ആ ഒരു രീതിയിലേക്ക് നമ്മൾ എത്തുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് പറ്റില്ല, കാരണം പെട്ടെന്ന് പോസിബിൾ അല്ല. കാരണം നമ്മളെല്ലാവരും ഒന്ന് സെറ്റായി വരുന്നതേ ഉള്ളൂ. ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം അതിനുള്ളിൽ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് ഇതൊന്ന് സെറ്റ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. ഒരു 6 മാസത്തിനുള്ളിൽ എത്രയും മാക്സിമം സെറ്റ് ചെയ്യുക. കാരണം ഒരുപാട് പേര് ഇതുപോലെ പറ്റിക്കപ്പെടുന്നുണ്ട്. ഇനി അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു സംഭവത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയാണ്. ഇവിടെ തന്നെ ഒരു മലയാളി ഏജൻസി പോലെ ഒരു സെറ്റപ്പ് ചെയ്താലോ, അതായത് ജെന്യുവൻ ആയിട്ടുള്ളൊരു സാധനം, ആരും പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ അതൊരു പെട്ടെന്നില്ല, പതുക്കെ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഏതെങ്കിലും കമ്പനിയിൽ വേക്കൻസി വന്നാൽ നമ്മളറിയും. അതുവഴി പറ്റിയ CV ഉണ്ടെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്ത് ഇങ്ങോട്ട് എത്തിക്കാനുള്ള പരിപാടി നമ്മൾ ചെയ്യും. പിന്നെ നമ്മളിവിടെ കുറേ മലയാളികളുടെ ഒന്നിച്ചാണെങ്കിൽ നമുക്കൊന്നും പേടിക്കണ്ടല്ലോ. ഇതിപ്പോൾ ആരും പരിചയമില്ലാത്ത, അങ്ങനെ ഞാൻ വന്നപ്പോഴൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ. നമുക്കൊന്നും ആരും ഇല്ലായിരുന്നു ഇവിടെ വന്നപ്പോൾ. പിന്നെയാണ് നമ്മൾ ഓരോന്നോരോന്നായിട്ട് എല്ലാം ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. ഞാൻ പുതിയൊരു ഫേസ്ബുക്ക് പേജ് തുടങ്ങിയതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പേരിൽ ചെറിയൊരു മാറ്റമുണ്ട്. ക്രൊയേഷ്യൻ മല്ലു എന്നുള്ള പേരിലാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും റിക്വസ്റ്റ് അയച്ചിട്ട് മെസ്സേജ് അയച്ചാൽ ഞാൻ ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരുന്നതാണ്. ഞാൻ മാക്സിമം കമൻസിനും മെയിലിനും ഒക്കെ റിപ്ലൈ ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. എല്ലാത്തിനും ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് കമൻ്റായിട്ട് ചെയ്യുമോ അല്ലെങ്കിൽ മെയിൽ അയക്കുകയോ ഒക്കെ ചെയ്താൽ ഞാൻ റിപ്ലൈ തരുന്നതാണ്. അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ വന്നൊന്ന് മെസ്സേജ് അയച്ചാലും മതി, ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പം എല്ലാവരുടെയും സപ്പോർട്ടിന് നല്ല എന്താ പറയുക, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ എൻ്റെ ഫേസ് പോലും കാണിക്കാതെയാണ്, കാരണം ഞാൻ നേരത്തെ മുന്നേ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് എൻ്റെ ഫേസ് കാണിച്ചുകൊണ്ട് ചെയ്യുന്ന എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്. എനിക്കതിനോട് താല്പര്യമില്ല. പക്ഷേ ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കും, എന്നെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. മാക്സിമം എല്ലാവരും ഈ പറഞ്ഞ പോലെ ഇതുപോലെ തട്ടിപ്പിലൊന്നും വീഴാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ.